സ്റ്റാർ സിംഗർ സീസൺ 10ൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എലിമിനേഷനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. സ്റ്റാർ സിംഗർ സീസൺ 9 സംഭവിച്ചതുപോലെ തന്നെ സീസൺ 10ലും സ്റ്റാർ സിംഗർ ഒരു ബ്രേക്കിന് പോവുകയാണ്. ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് ഈ ബ്രേക്ക് എടുക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഗ്രാൻഡ് ലോഞ്ച് അനൗൺസ് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് 3-നാണ്. മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടൻ തന്നെയാണ് ഇത്തവണയും ബിഗ് ബോസ് അവതരിപ്പിക്കുന്നത്. ഇതിനു മുന്നോടിയായി സ്റ്റാർ സിംഗറിൽ എത്തിയിട്ടുണ്ട്. മൺസൂൺ ഫെസ്റ്റിവൽ എന്നാണ് പ്രോഗ്രാമിന് പേരിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യ സ്ഥാനങ്ങളിലും അവസാന സ്ഥാനങ്ങളിലും വന്നിട്ടുള്ളവർ ആരൊക്കെയാണെന്ന് നോക്കാം. ഇതുവരെ നടന്ന 11 റൗണ്ട് മത്സരങ്ങളിലും ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നത് കൃഷ്ണശ്രീയാണ്. 9, 10, 11 റൗണ്ടുകളിലായി 299.5 മാർക്കാണ് കൃഷ്ണശ്രീ നേടിയത്. രണ്ടാം സ്ഥാനത്തുള്ളത് തീർത്ഥ സത്യനാണ്. 299 മാർക്കാണ് ഈ 3 റൗണ്ടുകളിലായി തീർത്ഥ നേടിയത്. മികച്ച മത്സരമാണ് തീർത്ഥ കാഴ്ചവെച്ചിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്ത് 3 പേരാണുള്ളത്. ഇപ്പോൾ വിധുരാജിന് ലഭിച്ചിട്ടുള്ളത് 298.5 മാർക്കാണ്. വൈശാഖൻ്റെ ഇന്നത്തെ പെർഫോമൻസിൽ പ്രോമോയിൽ തന്നെ ഗോൾഡൻ സ്റ്റാർ ലഭിച്ചിട്ടുണ്ടെന്ന് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈശാഖിന് 298.5 മാർക്കാണ് ലഭിച്ചത്. ഇവർക്കൊപ്പം മൂന്നാം സ്ഥാനത്തേക്ക് അർജുൻ കൂടിയുണ്ട്. അർജുനും ലഭിച്ചത് 298.5 മാർക്ക് തന്നെയാണ്. എലിമിനേഷൻ്റെ ഭീഷണിയിൽ നിന്നും വളരെയധികം നില മെച്ചപ്പെടുത്തിയ താരമാണ് പവിത്ര. ഇതുവരെ പവിത്രയ്ക്ക് 199.5 മാർക്ക് ലഭിച്ചിട്ടുണ്ട് 2 റൗണ്ടുകളിലായി. ഇന്നത്തെ മത്സരത്തിൽ ലഭിച്ച മാർക്ക് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് പവിത്രയുടെ യഥാർത്ഥ നില എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ആയാലും എലിമിനേഷനിലില്ല പവിത്ര. ഏറ്റവും കുറവ് മാർക്കുകളുമായി എലിമിനേഷനിൽ ആദ്യത്തെ ചാൻസ് ഉള്ളത് ദീപുവിനാണ്. 3 റൗണ്ടുകളിലായി 295.5 മാർക്ക് മാത്രമേ ദീപുവിന് നേടാനായുള്ളൂ. ഈ 3 റൗണ്ടുകളിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനാവാത്തതിലെ വിഷമം പങ്കുവയ്ക്കുകയുണ്ടായി ദീപു. തൻ്റെ നില മെച്ചപ്പെടുത്തിയ ഒരു താരമാണ് സൂര്യൻ. ശനിയാഴ്ചത്തെ പെർഫോമൻസ് കൂടി നോക്കേണ്ടതുണ്ട്. രണ്ടാമത് എലിമിനേഷൻ്റെ മണി മുഴങ്ങുന്നത് ഗൗതം പ്രസാദിനാണ്. 296.5 മാർക്കാണ് ഗൗതമിന് നേടാനായത്. തൊട്ടടുത്ത് തന്നെ 297 മാർക്കുമായിട്ട് ശിവപ്രിയയുമുണ്ട്. 2 പേര് പോകുന്നെങ്കിൽ ശിവപ്രിയ സേഫ് ആവും. സീസൺ 9 ഒരു ബ്രേക്കിന് പോകുന്നതിന് മുന്നേ 10 കണ്ടസ്റ്റൻസുമായിട്ടാണ് മത്സരം താൽക്കാലികമായി നിർത്തിവെച്ചത്. അതുപോലെ തന്നെ സീസൺ 10ലും ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശനി ഞായർ എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.